എങ്കിലേ ഇതൊക്കെ നടത്താൻ കഴിയൂ. മഹാനായ കാന്തപുരം ഉസ്താദ് എത്ര തിരക്കുള്ള ആളാണെന്ന് നമുക്കറിയാം. പക്ഷേ ഞാൻ ഇവിടെ വന്നതിന് മുമ്പും വന്നു, പലപ്പോഴും വന്നു. സമ്മേളനം നിശ്ചയിച്ചതിന് ശേഷം ഇവിടെ വന്ന് ഓരോന്നും നോക്കിപ്പോയി എനിക്ക് പറഞ്ഞു ഈ സ്റ്റേജ് ഇങ്ങനെ ആയിരുന്നില്ല. ഉസ്താദ് പറഞ്ഞു അതിന് പരിഷ്കരണം വരുത്തി. എന്നിട്ട് ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ് എന്നെ വിളിച്ചു, ഞാൻ അങ്ങോട്ട് വരണോ? അല്ല, ഞാൻ നാളെ വന്നാ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉസ്താദ് വരണ്ട എന്ന് പറഞ്ഞു. അതുപോലെ ഖലീൽ തങ്ങള് പലപ്പോഴും വരണ്ടാന്ന് പറഞ്ഞിട്ടും വന്നു. അങ്ങനെ നമ്മുടെ നേതാക്കന്മാരൊക്കെ ഈ പാവപ്പെട്ട ഞാൻ ദുർബലനാണെന്നും എനിക്കിത് കഴിയില്ലെന്നും അറിയുന്നത് കൊണ്ട് മുഴുവൻ നേതാക്കളും എല്ലാ വിധത്തിലും പഠിപ്പിച്ചും മനസ്സിലാക്കി തന്നും പൊരുത്തം തന്നും ദുആ ചെയ്തു തന്നുമാണ് ഈ സാധുവായ ഞാൻ ഈ പ്രവർത്തനം തുടങ്ങിയത് മുതൽ ഇന്ന് വരെ നടത്തിയത്. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, മദ്യപാനികളാകാതെ, അന്യപെണ്ണിന്റെ ചിത്രം മൊബൈലിൽ പകർത്തി അത് നോക്കുന്നവരാകാതെ, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ട്യൂണ് കേട്ട് ഉറങ്ങുന്നവരാകാതെ, ഒരു 33 സുബ്ഹാനല്ലാഹ് ചൊല്ലി ഉറങ്ങുന്നവരാകണം, 33 അൽഹംദുലില്ലാഹ് ചൊല്ലി ഉറങ്ങുന്നവരാകണം, ഒരു 34 അല്ലാഹു അക്ബർ ചൊല്ലി ഉറങ്ങുന്നവരാകണം, ആയത്തുൽ കുർസി ഓതി ഉറങ്ങുന്നവരാകണം, അല്ലാഹുവിന്റെ മേൽ ബരമേൽപ്പിച്ച് ഒതുവോടെ കിടക്കുന്നവരാകണം. ആ ഉറക്കിൽ മരിച്ചു പോയാലും നമ്മൾ നഷ്ടപ്പെട്ടു പോവുകയില്ല. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ കടവത്തൂർ മഹ്മൂദ് 28 വയസ്സ് ഉറക്കിൽ മരിച്ചു പോയതാണ്. അല്ലാഹു ഖബറിനെ സന്തോഷത്തിലാക്കട്ടെ. നാം അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം, സർവ്വജനങ്ങൾക്കും നന്മ ചെയ്യണം, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി റബ്ബ് തന്ന സമയവും ആരോഗ്യവും സമ്പത്തും ചെലവഴിക്കണം. അത് അല്ലാഹു ഖബൂൽ